നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയും അതുപോലെ തന്നെ ഒരു മെഴുക്കുപുരട്ടിയും ഒരു ചമ്മന്തിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയാലോ. പിന്നെ നമുക്ക് മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. അമരക്കായാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വെച്ചിരിക്കുന്ന അമരക്കായ നമുക്ക് ഒരു കുക്കറിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭമായിരിക്കും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് കാറ്റൊക്കെ വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് നേരം അതിൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോട്ടെ. അതിനുശേഷം നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് അതിൽ പ്രഷർ അങ്ങോട്ട് നിറയില്ലേ, ഒരു വിസിൽ അങ്ങോട്ട് അടിക്കണ്ട, നന്നായിട്ട് നിറയുമ്പോൾ ഓഫ് ചെയ്യുക. ഇത്രേ വേണ്ടൂ. അപ്പോൾ വെള്ളമില്ലാതെ തന്നെ നമുക്ക് അമരക്കായ വെന്ത് കിട്ടും കേട്ടോ. ഇതിനായിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറ്റൽമുളകിന് എരിവ് ഇത്തിരി കുറവാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട്. പിന്നെ ഇത്രയും അളവ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒക്കെ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അമരക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് കുക്കറിൻ്റെ വിസിലൊന്ന് വരുമ്പോഴേക്കും തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഒന്ന് കാറ്റ് വന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വെച്ചേക്കുക, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആ വെയിറ്റ് വെച്ചിട്ട് അതിൽ എയർ പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യുക. നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ല, അത് കിട്ടും. ഒരു മിനിറ്റ് നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ അമരക്കായ മെഴുക്കുപുരട്ടി ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പടവലങ്ങ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അളവ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വെക്കുമ്പോൾ നമ്മളിവിടെ 9 പേരുണ്ട്. അപ്പോൾ 2 നേരത്തേക്കുള്ള കറി ഇപ്പോൾ ഒരു 10-15 കറിയാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത്ര ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ചെറിയ ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് പരിപ്പ് ഇടാറുണ്ട്. എന്നാലാണ് എനിക്ക്. അപ്പോൾ ഈ നമ്മൾ മുരിങ്ങല, ചീര, അതുപോലെ പടവലങ്ങ, ചുരക്ക ഇതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് കൂടുതലിടണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്ലാസ് അളവിൽ പരിപ്പിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഈ കഷ്ണങ്ങൾ ഇടാറ്. ഒരു കുഴപ്പം വരാറില്ല. 3 വിസിൽ ആണ് ഞാൻ അടിക്കാറ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ പരിപ്പൊന്നും സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മസൂർ ദാലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമ്മളതിലേക്ക് ഒരു അരമുറി നാളികേരം, അത്യാവശ്യം നല്ല വലിയ നാളികേരം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ കറികളിൽ ശരിക്കും പുളി ചേർക്കില്ല. അപ്പം നമ്മൾ ചീര കൂട്ടാനായാലും അതുപോലെ തന്നെ മുരിങ്ങയിലക്കറി ആണെങ്കിലും ഒക്കെ പുളി ചേർക്കില്ല. പക്ഷെ ഒരു കുരു പുളി ഉണ്ടല്ലോ, അതൊന്നും രണ്ട് ഒരു കുരു പുളി ഒന്ന് ചേർത്താൽ നന്നായിരിക്കും. അപ്പം ഞാനിതിൽ വെള്ളത്തിൽ ഇട്ടിട്ടല്ല ഇടണം. ജസ്റ്റ് ആ ഒരു ഇതിനകത്തിട്ട് അരച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടേത് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി അരപ്പിലൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിക്കിരിക്കാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം ആവാം കേട്ടോ. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഒപ്പിക്കാവുന്ന ഒരു നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നമ്മുടെ കറികളൊക്കെ കഴിഞ്ഞു. നമുക്ക് നല്ല അടിപൊളി പച്ചപ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുളി ഇങ്ങനെ കുരു വെച്ച് വരണേ ഉള്ളൂ. പച്ചപ്പുളി ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി പൊടി തയ്യാറാക്കാം. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂഞ്ഞമുളക് എടുക്കാം. ഇത് നമ്മുടെ ചൂഞ്ഞമുളകും തന്നെ മുളകുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാം കേട്ടോ. നമുക്ക് പുളി ഉണ്ടല്ലോ,
ഇത് കുരുവില്ലാത്തതാണ്. ചിലതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് കുരു ഒന്നുണ്ടാവും, അതിനൊരു ചെറിയ കയ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനത്തെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാൻ. ഇത് കുരു വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുമ്പ് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് അടുത്ത് പൊട്ടിക്കാം. ഇതേപോലെ ഒന്ന് ചതച്ച് മാറ്റാം എല്ലാതും. കൊറോണ കാലമൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ നമുക്ക് കൊറോണ ഉണ്ടോന്നൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ പച്ചപ്പുളിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വായിൽ കുറച്ച് വെള്ളം വരാത്തവരുണ്ടാവില്ല അല്ലേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവശ്യമായിരിക്കും. അപ്പം നമ്മളെല്ലാം ചതച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി അരഞ്ഞതിന് ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ നല്ലതാട്ടോ. എരിവൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈ കൊണ്ടാക്കുമ്പോൾ നല്ല എരിച്ചിലുണ്ടാവും. അപ്പോൾ അത് കാരണം ഇനി നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ടാവും. കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അരയ്ക്കാം. ചമ്മന്തി പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അമ്മയില. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചമ്മന്തി. നമ്മുടെ ചോറ് കൂടെ നല്ല അടിപൊളി പടവലങ്ങ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമരക്കായ ഉപ്പേരി, നല്ല അടിപൊളി പച്ച പുളി ചമ്മന്തി. നമ്മുടെ ഊണ് അടിപൊളി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു നല്ല ഉണക്കമുളക്